നമുക്കിന്ന് കുറച്ച് ചെസ്റ്റ് എക്സസൈസുകൾ പരിചയപ്പെട്ടാലോ. ആദ്യമായി തന്നെ ഫ്ലാറ്റ് ചെസ്റ്റ് പ്രസ്. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ബാറാണ്. ബേസിക്കലി നമുക്ക് ബാറോ ഡംബലോ ഉപയോഗിച്ച് ചെസ്റ്റ് പ്രസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്ലാറ്റ് ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചെസ്റ്റിൻ്റെ മിഡിൽ പോർഷനെ ഫോക്കസ് ചെയ്ത് വേണം വെയിറ്റ് ബാലൻസ് ചെയ്ത് ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനും. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ്. ഇത് ബേസിക്കലി ചെസ്റ്റിൻ്റെ അപ്പർ പോർഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ഡൗൺ ചെയ്യുമ്പോഴും അപ്പ് ചെയ്യുമ്പോഴും മാക്സിമം ടോപ്പ് പോർഷൻ ഓഫ് ദ ചെസ്റ്റിനെ വേണം കോൺസെൻട്രേറ്റ് ചെയ്ത് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ. നെക്സ്റ്റ് ഡിക്ലൈൻ ചെസ്റ്റ് പ്രസ്. ഇത് ചെസ്റ്റിൻ്റെ ലോവർ പോർഷനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ബാലൻസ് ചെയ്യുമ്പോഴും ഇറക്കുമ്പോഴും ഉയർത്തുമ്പോഴും ചെസ്റ്റിൻ്റെ ബോട്ടം ഓഫ് ദി ചെസ്റ്റാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ബോഡി പാർട്ടിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ള ബോഡി പാർട്സ് ഏരിയയിൽ പെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ലൈക്ക് നമ്മൾ ചെസ്റ്റിനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാക്സിമം ചെസ്റ്റ് പമ്പ് ചെയ്ത് വേണം, അതായത് ചെസ്റ്റ് യൂസ് ചെയ്ത് വേണം വെയിറ്റ് എടുക്കാനും ബാലൻസ് ചെയ്യാനും. ചിലർ ബൈസെപ്സിൻ്റെ പവറിൽ വെയിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊരിക്കലും ചെസ്റ്റ് ഫാസ്റ്റായി പമ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കത്തില്ല. സോ മൈൻഡ് സെറ്റ് കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അടുത്തതായിട്ട് ചെസ്റ്റ് ഫ്ലൈസ്. ചെസ്റ്റ് ഫ്ലൈസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ എൻ്റയർ ചെസ്റ്റ് മസിലിനെയും ടാർഗറ്റ് ചെയ്യുന്നു. അതായത് ഇന്നർ ആൻഡ് ഔട്ടർ ചെസ്റ്റ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ചെസ്റ്റ് ഫ്ലൈസ് ചെയ്യുന്ന പോലെ. ഇത് നമുക്ക് നോർമലി മെഷീനിലോ കേബിളിലോ ഡംബലോ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ മെഷീനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെസ്റ്റ് ഫ്ലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബൈസെപ്സ്, ഫ്രണ്ട് ഷോൾഡർ മസിൽസ് കൂടി ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവുന്നതാണ്. അടുത്തതായിട്ട് കേബിൾ ക്രോസ് ഓവർ. കേബിൾ ക്രോസ് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മെഷീൻ്റെ സെൻറ്റർ ഏരിയയിലായിരിക്കണം പോസ് ചെയ്യേണ്ടത്. അത് ബോഡി എപ്പോഴും മെഷീൻ്റെ സെൻറ്റർ ഏരിയയിൽ. അതുപോലെ തന്നെ എൽബോ ചെറുതായിട്ട് ബെൻഡ് ചെയ്യേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ചെസ്റ്റ് അപ്പ് ചെയ്ത് ബോഡി ചെറുതായിട്ട് എൽബോയും ബെൻഡ് ചെയ്ത് വേണം കേബിൾ പ്രസ് ചെയ്യാനായിട്ട്. നമുക്ക് കേബിൾ പ്രസ് 2 ആംഗിളിൽ ചെയ്യാവുന്നതാണ്. അതായത് ലോവർ ടു ഹൈ കേബിൾ ക്രോസ് ഓവറും ഹൈ ടു ലോവർ ക്രോസ് ഓവറും. വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ചെസ്റ്റിനെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കൗട്ടാണ് പുഷപ്സ്. പുഷപ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് ചെസ്റ്റിനെ നല്ല രീതിയിൽ പമ്പ് ചെയ്യാനും ഷേപ്പ് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ പുഷപ്പിലൂടെ നമുക്ക് നമ്മുടെ അപ്പർ ബോഡിയിലെ ഡെൽറ്റ്, ട്രൈസ്, ബൈസെപ്സ് ഈ മസിൽസും കൂടി ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആകുന്നതാണ്. താങ്ക് യു.